ഹലോ സഞ്ചാരി, ഇന്ന് ഞാൻ പോകുന്നത് വടകര ലോകനാർ കാവിലേക്കാണ് യാത്ര. ലോകനാർ കാവിലേക്ക് രാവിലെ തൊഴാൻ വന്നാണ്. പ്രസിദ്ധമായ തച്ചോളിത്തറ കഥകളിലുള്ള കാവാണ് ഞങ്ങളുടെ നാടിൻ്റെ കടത്തനാട്. അമ്പലത്തിലേക്ക് കയറുകയാണ്. ഒരുപാട് പഴക്കമുള്ള അമ്പലമായിട്ട് കാവാണ് കേട്ടോ അത്. ഇതൊക്കെ അധികം ആൾക്കാർ സിനിമകളിലും കഥകളിലും മാത്രം കേട്ടിട്ടുള്ളൊരു കാവാണിത്. തച്ചോളി തറവാട്, തച്ചോളി അതായത് ഉണ്ണിയാർച്ച എന്നൊക്കെ പറയുന്നവരെ തറവാട് കാവാണ്. ഞങ്ങളെത്തുമ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് നേരം ആയി. രാവിലത്തെ തിരക്ക് കഴിഞ്ഞു. കാവിലെ ശിവക്ഷേത്രമല്ലേ അവർ പറയുന്നുണ്ട്. കാവിൽ കുറേ ഉണ്ട്, താഴേക്കൊക്കെ പോകാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ മേലെ ഉള്ള കാവിൽ അമ്പലത്തിലാണ് കയറുന്നത്. കുറേ ഏക്കറിൽ അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു കാവാണിത്. കാവ് എന്ന് പറഞ്ഞാൽ അമ്പലം, ഒരു തറവാട്ടമ്പലമാണിത്. ഇപ്പം അത് ദേവസ്വംകാരൊക്കെ ഏറ്റെടുത്തു. അന്ന് തച്ചോളി തറവാടിൻ്റെ കാവായിരുന്നു. കുറേ ദൂരമുണ്ടത്. നമ്മളിനി അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി നമ്മളിപ്പോൾ എത്തുമ്പോഴത്തേക്ക് നട അടക്കാനായിട്ടുണ്ട്. താമസിച്ച് എത്താൻ താഴേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ. ഇനി താഴെ ഉണ്ട് അമ്പലം, അതാണിത്. അവിടെയാണ് കൊടിമരമൊക്കെ ഉള്ളത്. മെയിൻ പ്രതിഷ്ഠ ഇവിടെയാണുള്ളത്. അവിടെ 11 മണിക്ക് നട അടയ്ക്കും. അവിടെ നേരിട്ട് തൊഴാൻ കഴിഞ്ഞില്ല. ഇനി ഇതിൻ്റെ പുറകെ കൂടെ നമ്മൾ അമ്പലത്തിൻ്റെ കുളമുണ്ട്, 2 കുളമുണ്ട്. അതിൽ ചെറിയ കുളത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് അമ്പലത്തോട് ചേർന്നുള്ള കുളമാണ് ഇവിടെ കേട്ടോ. നാട്ടിലെ കുളം എന്ന് പറഞ്ഞാൽ വെട്ടുകല്ല്, അതിൻ്റെ ഭംഗി കണ്ടില്ലേ. വലിയ കുളം ഇവിടെ ഇറങ്ങിയിരുന്നത് ഇതിൽ ആൾക്കാർ കുളിക്കലില്ല. ഇത് അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ ഒരാവശ്യങ്ങൾക്കുള്ള കുളമാണ്. വലിയ കുളം താഴെ ഉണ്ട്, താഴേക്ക് പോകണം. നല്ല തെളിഞ്ഞ വെള്ളം. വെയിലായി തുടങ്ങി, ചൂടല്ലേ. രാവിലെ ഇറങ്ങാൻ വൈകിപ്പോയി, അതാ പറ്റി. പായലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ. ഇതൊക്കെ ഞങ്ങൾ തറവാടിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒരു സ്ഥലം. തിരിച്ചു പോവാം. അമ്പലം ഒന്ന് ചുറ്റിക്കറങ്ങി നട അടച്ചു പോയി. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പണ്ടത്തെ അതേ ഇതിൽ തന്നെ നിർത്തിയിരിക്കുക. പഴയ ഭംഗി ഒട്ടും നഷ്ടപ്പെടുത്താതെ കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ, പൂക്കളും കാര്യങ്ങളൊക്കെ. ബോഗൻവില്ലകളാണ്, പല കളറിലുള്ള ബോഗൻവില്ലയാണ് നമ്മൾ കാണുന്നത്. വഴിക്കുള്ള ഓരോ കാഴ്ചകൾ.
ഇത് വീടുകളൊക്കെ ഉണ്ട് പോകുന്ന വഴിയാണ്. മടുപ്പ് വരില്ല നമുക്ക് പോകുന്ന വഴിക്കൊന്നും. ഇത്ര നല്ല കാഴ്ചകളുണ്ട് പ്രകൃതിയുടെ. ഞാൻ ലോകനാർഗാവും കണ്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളും കണ്ട് പച്ചപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനൊരു രസമാണ്.